ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണാൻ സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിമനോഹരവും അത്രയേറെ ആഴമുള്ളതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അത് നമ്മുടെ ആന്തരിക ഊർജത്തെക്കുറിച്ചാണ്. നമ്മളെ ഓരോരുത്തരെയും ആഴത്തിൽ സ്വാധീനിക്കുന്ന, നമ്മുടെ ജീവിതാനുഭവങ്ങളെ അഥവാ റിയാലിറ്റിയെ പോലും രൂപപ്പെടുത്തുന്ന ഒരൊറ്റ ഘടകം, അതാണ് എനർജി, അതായത് ഊർജം. ഈ വിഷയം കേൾക്കുമ്പോൾ ചിലർക്ക് ആത്മീയമായി തോന്നാം, മറ്റുള്ളവർക്ക് ശാസ്ത്രീയമായി തോന്നാം. പക്ഷേ അതിൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളെ ചുറ്റുമുള്ള ഓരോ അണുവും, ഓരോ കണവും, ആകാശവും ഭൂമിയും നമ്മുടെ ശരീരം പോലും എല്ലാം ഊർജം കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരു ഭൗതിക ശരീരം മാത്രമല്ല, ഈ വിശാലമായ പ്രപഞ്ചത്തിലെ ഒരു ഊർജ തരംഗമാണ്. ചുറ്റുമുള്ള എല്ലാം ഊർജമായി സ്പന്ദിക്കുന്ന ഒരു ലോകത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ. ഇവിടെ പ്രധാനം നിങ്ങൾ ഊർജമാണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല, ഈ ഊർജ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കുകയും വേണം. നമ്മൾ പറയുന്ന ഓരോ വാക്കും, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ശ്വസനം, നടത്തം, ഭക്ഷണം കഴിക്കൽ തുടങ്ങിയ സാധാരണ കാര്യങ്ങൾ മുതൽ സങ്കീർണമായ വികാരങ്ങളും ചിന്തകളും വരെ എല്ലാം ഊർജമാണ്. ഇവയെല്ലാം ഊർജം പുറപ്പെടുവിക്കുന്നു. ഈ വികാരങ്ങളും ചിന്തകളും പോസിറ്റീവായാലും നെഗറ്റീവായാലും അവയുടെ തനതായ ഊർജ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഈ തരംഗങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെ രൂപപ്പെടുത്താനും നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജത്തെ സ്വാധീനിക്കാനും കഴിയും. ഈ ഊർജ തരംഗങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ സാധ്യതകളുടെ ഒരു പ്രപഞ്ചം നിങ്ങൾക്ക് തുറക്കാൻ കഴിയും. ഇനി നിങ്ങളെ നിരന്തരം സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന ഒരു ഊർജ പ്രക്ഷേപണ കേന്ദ്രമായി സങ്കല്പിക്കുക. നിങ്ങൾ ആരാണെന്ന് പ്രപഞ്ചത്തോട് പറയുന്ന സിഗ്നലുകൾ. ഈ സിഗ്നലുകൾക്ക് മറ്റു ഊർജ ജീവികളെയും സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ആകർഷിക്കാനോ അകറ്റാനോ കഴിയും. ഇനി ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങളിത് ഇങ്ങനെയൊന്ന് സങ്കല്പിച്ച് നോക്ക്. നിങ്ങൾ വലിയൊരു സ്വപ്നം കാണുന്നവനാണ്. ധാരാളം ധനസമ്പത്ത് നേടണം, ആത്മസന്തോഷം വേണം, അതിനായി നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം ഉണ്ടാകണം. എന്നാൽ ദിവസവും നിങ്ങൾക്ക് തോന്നുന്നത് സന്തോഷമില്ലായ്മയും അതൃപ്തിയും സമാധാനക്കുറവും ഒക്കെയാണ്. എന്നാൽ എന്താണ് നിങ്ങളുടെ സിഗ്നൽ? ഒരുപാട് പ്രത്യാശകളും ലക്ഷ്യങ്ങളും ഒക്കെ ഉള്ളവനാണെങ്കിലും നിങ്ങൾ പുറത്തുവിടുന്ന ഊർജം നെഗറ്റീവായതാണ്, അല്ലേ? ഈ ബ്രഹ്മാണ്ടം ഒരു വലിയ സൂക്ഷ്മമായ റേഡിയോ സ്റ്റേഷനാണ്. നിങ്ങൾ അയക്കുന്ന തരംഗം അനുസരിച്ചാണ് അതിൻ്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് പോസിറ്റീവായിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പുലർത്തുക, നന്ദിയോടെ ജീവിക്കുക എന്ന്. ലളിതമായി പറഞ്ഞാൽ, വ്യത്യസ്ത സാഹചര്യങ്ങളോ ഫലങ്ങളോ ആകർഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, മൊത്തത്തിലുള്ള ഊർജം എന്നിവ നിങ്ങളുടെ ആഗ്രഹിച്ച അനുഭവങ്ങളായി പ്രതിധ്വനിക്കുന്ന തരത്തിൽ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഊർജ സിഗ്നലുകൾ ബോധപൂർവം ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന പാറ്റേണുകളിലും അനുഭവങ്ങളിലും മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന് അടിത്തറയിടുന്നു. ഒരു ചൊല്ലുണ്ട്, നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക, കാരണം അവ വാക്കുകളാകുന്നു. നിങ്ങളുടെ വാക്കുകളെ നിരീക്ഷിക്കുക, കാരണം അവ പ്രവൃത്തികളാകുന്നു. നിങ്ങളുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുക, കാരണം അവ ശീലങ്ങളാകുന്നു. നിങ്ങളുടെ ശീലങ്ങളെ നിരീക്ഷിക്കുക, കാരണം അവ നിങ്ങളുടെ സ്വഭാവമാകുന്നു. നിങ്ങളുടെ സ്വഭാവത്തെ നിരീക്ഷിക്കുക, കാരണം അത് നിങ്ങളുടെ വിധിയാകുന്നു. അതിനാൽ നിങ്ങൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഊർജം പുറത്തുവിടുകയാണെങ്കിൽ ജീവിതം നിങ്ങളിലേക്ക് കൂടുതൽ സമ്പത്തും ഐശ്വര്യവും ക്ഷണിക്കും.
ഇത് കേൾക്കുമ്പോൾ ചിലർക്കിത് ഒരു ഉപദേശമായിട്ട് തോന്നാം. എന്നാൽ ശാസ്ത്രം തന്നെ ഇക്കാര്യം തെളിയിച്ചിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ, ക്വാണ്ടം വൈബ്രേഷൻ, ന്യൂറോപ്ലാസ്റ്റിസിറ്റി എല്ലാം ഈ ഒരു ആശയത്തിനായി ശാസ്ത്രീയ പക്ഷം ഉറപ്പു നൽകുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചെത്തുന്നത് എന്ന്. ഇനി നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കണം. നമ്മുടെ വികാരങ്ങൾ, അതായത് ഇമോഷൻസ്, വളരെ ശക്തമായ ഊർജ തരംഗങ്ങളാണ്. സന്തോഷം, സ്നേഹം, സമാധാനം ഇതെല്ലാം ഉയർന്ന തരംഗത്തിൽ, അതായത് ഹൈ വൈബ്രേഷനിലുള്ള ഊർജങ്ങളാണ്. അതുപോലെ തന്നെ ഭയം, ദുഃഖം, കോപം ഇതെല്ലാം താഴ്ന്ന തരംഗത്തിലുള്ളവയാണ്, അതായത് ലോ വൈബ്രേഷൻ. നിങ്ങൾ ഏത് തരംഗത്തിലാണ് ജീവിതം നയിക്കുന്നത്, അതിനൊത്ത അനുഭവങ്ങളാണ് നിങ്ങളിൽ എത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നല്ല സംഗീതം കേൾക്കുമ്പോൾ മനസ്സിൽ സന്തോഷം നിറയുന്നത്, പ്രകൃതിയിൽ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഊർജം തോന്നുന്നത്. ആ വൈബ്രേഷണൽ ഫീൽഡ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവർത്തിക്കുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് മാറ്റം കൊണ്ടുവരാം അത് നോക്കാം. നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലത് വേണമെങ്കിൽ, അതായത് നല്ല ബന്ധങ്ങൾ വേണമെങ്കിൽ, ധനസമൃദ്ധി വേണമെങ്കിൽ, ആരോഗ്യവും സമത്വവും ഇവയൊക്കെ വേണമെങ്കിൽ, അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ എന്ന നിലയിൽ മാറ്റം വരുത്തേണ്ടതാണ്. നിങ്ങളുടെ അകത്തെ ഊർജ തരംഗങ്ങളിൽ ആണ് മാറ്റം വരുത്തേണ്ടത്. നിങ്ങൾ പുറത്തുവിടുന്ന വൈബ്രേഷൻ ഫീൽഡ് തന്നെ തിരികെ വരും. അതിനാൽ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിരീക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ ഊർജ സിഗ്നലുകൾ ബോധപൂർവം മാറ്റുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പാറ്റേണുകളിലും അനുഭവങ്ങളിലും മാറ്റം സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങൾ ഒരു പാറ്റേൺ പോലെ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്താൽ പാറ്റേണുകൾ വരെ മാറ്റിയെടുക്കാം. നമ്മുടെ നാട്ടിലെ പഴമക്കാർ പറയാറില്ലേ, വിത്ത് നല്ലതാണെങ്കിൽ വിളവും നല്ലതാകുമെന്ന്. അതുപോലെ നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഭാവിയെ പൂവിടുന്ന വിത്തുകൾ. നിങ്ങൾ നിങ്ങളുടെ ഊർജം എങ്ങനെ നയിക്കുന്നുവെന്ന് ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ ശ്രദ്ധ എവിടെ പോകുന്നുവോ അവിടെ ഊർജം ഒഴുകുന്നു. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ആ തിരഞ്ഞെടുക്കാൻ പോലും ഊർജം ഉപയോഗിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ എല്ലാം ഊർജമാണ്. ഈ ഊർജത്തെ നയിക്കാനും നിയന്ത്രിക്കാനും അതെവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും തീരുമാനിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അഭിലാഷങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും നിങ്ങളുടെ ഊർജം ഫലപ്രദമായി നയിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇവിടെ നിങ്ങൾക്കൊരു ചിന്ത വേണം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിലേക്കാണ് ഊർജം ഒഴുകുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലല്ല, നിങ്ങൾ എന്താണോ ഭയപ്പെടുന്നത് അവിടേക്ക് ശ്രദ്ധ നൽകിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും അതുതന്നെയായിരിക്കും. അതിനാൽ മനസ്സിൽ എപ്പോഴും ഈ ഒരു ചോദ്യം വയ്ക്കുക: ഞാൻ ഇപ്പോൾ എങ്ങോട്ടാണ് എൻ്റെ ഊർജം നയിക്കുന്നത്? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രസ്റ്റ് ദി പ്രോസസ്. വിശ്വസിക്കുക, ഈ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് നേടാനുള്ള അർഹതയുണ്ടെന്ന് വിശ്വസിക്കുക. ഈ വിശ്വാസം കൊണ്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് എന്ന്. ഇനി നിങ്ങളുടെ ഊർജം നിങ്ങൾ നിയന്ത്രിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് താഴ്ന്ന തരംഗത്തിലാണെന്ന് തോന്നുകയാണെങ്കിൽ, അതായത് ലോ വൈബ്രേഷനിലാണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളെ ഉയർത്താനുള്ള എന്തെങ്കിലും അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഹൈ വൈബ്രേഷനിലോട്ട് മാറാനുള്ള ആ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ ഊർജം ശക്തിപ്പെടുത്താൻ ചുറ്റുമുള്ള ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക.
അതായത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ആൾ, നമുക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക. സന്തോഷം നൽകുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുക. പ്രചോദനം നൽകുന്ന സന്ദേശങ്ങളിൽ മുഴുകുക. നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുന്നതും അത്യാവശ്യമാണ്. അപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ഊർജവുമായി സിങ്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഊർജത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഊർജത്തിൻ്റെ ശക്തിയിൽ വിശ്വാസവും ആത്മവിശ്വാസവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഊർജത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ എനർജിയിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള യോഗ്യതയും ഉദാരമായി നൽകാനുള്ള കഴിവും നിങ്ങൾ അംഗീകരിക്കുന്നു. കാണുന്നതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ഒരു വലിയ അനന്തമായ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ തുടങ്ങുക. ഇതിനു വേണ്ടി ഒരു ചെറിയ ധ്യാനം ചെയ്യുക. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഹൃദയമിടിപ്പ് കേൾക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഉണരുന്ന ആ ഒരു പുഞ്ചിരി, ആ ഒരു സ്പന്ദനം അനുഭവിക്കുക. അതാണ് എനർജി, അതാണ് നിങ്ങൾ. നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ശക്തിയുണ്ട് നിങ്ങൾക്ക്. എന്നാൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ 3 പ്രാക്ടിക്കൽ സ്റ്റെപ്പ് കൂടി പറയാം. 1, നിങ്ങളുടെ എനർജി ക്ലീൻ ചെയ്യുക. അതായത് പ്രകൃതിയോട് കൂടുതൽ ബന്ധപ്പെടുക. അതിനുവേണ്ടി സമുദ്രതീരത്ത് നടക്കുക, മരങ്ങൾക്കിടയിൽ ധ്യാനിക്കുക. അപ്പോൾ ഭൂമിയുടെ ഊർജം നിങ്ങളെ ഗ്രൗണ്ട് ചെയ്യും. 2, നെഗറ്റീവ് ആളുകളിൽ നിന്നും ദൂരെ മാറി നിൽക്കുക. ചിലർ നിങ്ങളുടെ ഊർജം ചൂഷണം ചെയ്യുന്നു. അവരോട് നോ പറയാൻ പഠിക്കുക. 3, ആകർഷണ നിയമം പ്രവർത്തിക്കുക വിഷ്വലൈസേഷൻ വഴിയാണ്. രാവിലെ 5 മിനിറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ കാണുക. ശേഷം അഫർമേഷൻ, എനിക്ക് സമൃദ്ധിയും സന്തോഷവും ലഭിക്കുന്നു എന്ന് പറയുക, നിരന്തരം പറയുക. ഈ വാക്കുകൾ നിങ്ങളുടെ സെൽഫ് ബിലീഫ് മാറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മികച്ചൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ആദ്യ പടി, അതൊന്നും ഞാൻ ഒന്ന് ചുരുക്കി പറയാം. നിങ്ങളുടെ എനർജി നിരീക്ഷിക്കുക, അത് ക്രമീകരിക്കുക, അത് ഉയർത്തുക, പിന്നെ കാണുക അത്ഭുതങ്ങൾ നിങ്ങളിൽ പിറവിയെടുക്കുന്നത്. അതിനുവേണ്ടി ഈ വീഡിയോയിൽ ചില നിമിഷങ്ങൾ ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. കാരണം ഓരോ വൈബ്രേഷൻസും ഓരോ എനർജിയും മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുകയും അവർക്ക് മാറ്റമുണ്ടാകുകയും ചെയ്യുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.